ഗർഭസമയത്ത് കാലിൽ നീര് വരാറുണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? എപ്പോഴാണ് ഇത് ഡോക്ടറിനെ കാണിക്കേണ്ടത്? ഇത് നീര് വന്നു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് അല്ലെങ്കിൽ അത് കുറക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ഡോക്ടർ കപ്പിൾ. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. പ്രഗ്നൻസിയിൽ ലാസ്റ്റ് മന്ത്സിലേക്ക് 7th മന്തിനൊക്കെ ശേഷം നീര് വരിക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അത് ഫിസിയോളജിക്കലി സംഭവിക്കുന്നതാണ്. അതായത് ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആകണമെന്നില്ല. ഒട്ടുമിക്ക ഗർഭിണികളിലും നീരിൻ്റെ പ്രോബ്ലം കാണാറുണ്ട്. ഇത് കുഴപ്പമുള്ളതാണോ അല്ലേ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാലിലും നീര് വരുന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. ഇനി നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കൊക്കെ കാല് നന്നായിട്ട് നീര് വെച്ച് വീർത്ത് വന്ന് നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നീരെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നോർമലാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് കാലിൽ ഏതെങ്കിലും ഒരു കാലിൽ മാത്രമാണ് നീര് വരുന്നതെങ്കിൽ അത് നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല, അബ്നോർമലാണ്. കാലിൽ വേദനയും കളർ ചേഞ്ചും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണേണ്ടതാണ്. ഡീപ് വെയിൻ ത്രോംബോസിസ് പോലെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ട സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ പോയി കാണേണ്ടതാണ്. ഇനി നിങ്ങൾ രാത്രി നന്നായിട്ട് റെസ്റ്റ് എടുത്തു കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റിട്ടും നീര് പോയിട്ടില്ലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇല്ലല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തണം. ഇനി കാലിൽ മാത്രമല്ലാതെ നിങ്ങൾക്ക് കൈകളിലും മുഖത്തൊക്കെ നന്നായിട്ട് നീര് വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഗർഭസമയത്ത് നീര് വരുന്നത് എന്നുള്ളതാണ് അടുത്തൊരു കൺസേൺ. പ്രഗ്നൻസി സമയത്ത് നമുക്ക് നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ്, ജലാംശം പൊതുവെ കൂടും, ബ്ലഡ് വോളിയം കൂടും, നമ്മുടെ ബ്ലഡിൻ്റെ അളവൊക്കെ കൂടും. കാര്യം നമുക്ക് ബേബീനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, പ്ലാസൻ്റ അതായത് മുറവിലയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവൽ കൂടുകയും അത് നീരിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് എന്തുകൊണ്ട് കാലിൽ വരുന്നു എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, വയറ് വലുതാവുന്നതിനനുസരിച്ച്, ബേബി വലുതാവുന്നതിനനുസരിച്ച് വെയിറ്റ് വരുന്നത് നമ്മൾ താഴെ ഭാഗത്തേക്കാണ്, അല്ലെ ബോഡിയുടെ അപ്പർ പാർട്ടിലേക്കല്ല. അപ്പോൾ താഴെ ഭാഗത്തേക്ക് വെയിറ്റ് വരുന്ന സമയത്ത് നമ്മുടെ കാലുകളാണ് ഈ വെയിറ്റ് എല്ലാം താങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വെയിറ്റ് എടുക്കേണ്ടി വരുന്ന സമയത്ത് കാലിൽ തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടത്തേക്കുള്ള ബ്ലഡ് വോളിയം കൂടുകയും അവിടെ നീര് വരികയും ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിലെല്ലാം ചേഞ്ചസ് വരികയും ആ ഹോർമോണൽ ചേഞ്ചസ് തന്നെ ഈ നീരിന് കാരണമായേക്കാം. ഇനി ഈ പറഞ്ഞതെല്ലാം നോർമലായിട്ട് ഫിസിയോളജിക്കലായിട്ട് പ്രഗ്നൻസിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അബ്നോർമലായിട്ട് അല്ലെങ്കിൽ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും നീര് വരാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും കോമൺ ആയിട്ടുള്ളതും നമ്മൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം ഹൈ ബ്ലഡ് പ്രഷറാണ്. അപ്പം നമുക്ക് ഓൾറെഡി പ്രഗ്നൻസിയുടെ 4th മന്തിൽ 5th മന്തിലൊക്കെ തന്നെ നമുക്ക് ഹൈ ബി പി ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നീരും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രീ എക്ലാംസിയ പോലുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് നീര് വരാം. അപ്പം പ്രഷറോട് കൂടിയാണ് നിങ്ങൾക്ക് നീരെങ്കിൽ ഡെഫിനറ്റായിട്ടും ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ടുന്ന മാനേജ്മെൻറ്റ് ചെയ്യണം. മറ്റൊന്ന്, അമ്മയ്ക്ക് എന്തെങ്കിലും കാർഡിയക് ഡിസീസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ നീരുകൾ വരാം. അത് നേരത്തെ ഉള്ള ആളുകളാകാം, ചിലപ്പം അത്രയും നാൾ അറിയാതെ പോയതും ആകാം. ഗർഭിണികൾ ഒരേ പൊസിഷനിൽ കുറേ സമയം നിൽക്കുന്നതും ഇരിക്കുന്നതും ഇതുപോലെ തന്നെ നീരിന് കാരണമായേക്കാം. അപ്പോൾ ഇരുന്നൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലൊക്കെ മിക്കവാറും വൈകിട്ടാകുമ്പോഴത്തേക്കും നീരിൻ്റെ പ്രോബ്ലം കാണാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ലേറ്റ് പ്രഗ്നൻസിയിൽ, അതായത് 7, 8, 9 മാസങ്ങളിലൊക്കെയാണ് ഈ ഒരു നീരിൻ്റെ ബുദ്ധിമുട്ട് കൂടാതെ. പക്ഷെ ചില ആളുകൾക്ക് പ്രഗ്നൻസിയുടെ തുടക്കം തൊട്ടേ തന്നെ ഉണ്ടാവാം കേട്ടോ. എപ്പോഴാണെങ്കിലും നീര് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു, ബി പി കൂടുതലാണെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാലിൽ മാത്രം ഉള്ളെങ്കിൽ മുഖത്തും കയ്യിലൊക്കെ നീര് വരുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാലിൽ കളർ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ, വേദന ഉണ്ടെങ്കിലൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക. അല്ലാത്ത കേസസിൽ പേടിക്കാനൊന്നുമില്ല. പൊതുവേ പഴമക്കാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, ഗർഭിണികൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടാകുന്ന സമയത്ത്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഏതെങ്കിലും ബന്ധുക്കളെ, ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു ഫുഡ് കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലാണ് നീര് വരാനുള്ളത്. വെറുതെ പറയുന്നതാണ്. എൻ്റെ ശരിക്കുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെയാണ് കേട്ടോ. പ്രഗ്നൻസിയെക്കുറിച്ച് ഇതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് കേട്ടിട്ടുണ്ടാവും. കമൻറ്റ് ചെയ്തോളൂ, അതൊരു ഫണ്ണാവും, നമുക്ക് കാണാനൊരു രസമാണ്. പിന്നെ നമുക്ക് നീര് ഉള്ള ആളുകളാണെങ്കിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം.
കിടക്കുന്ന സമയത്ത് കാലൊന്ന് പൊക്കി വെക്കുക, അതായത് തലയണ എന്തെങ്കിലും വെച്ചിട്ട് കാല് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക. ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു 1 hour 1.5 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കുക. ഒരേ പൊസിഷൻ കുറേ സമയം മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കുക. ഈ നീര് കാരണം നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ സജഷനോടുകൂടി എഴുതി വാങ്ങിയിട്ടുള്ള സ്റ്റോക്കിങ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കണങ്കാലിൻ്റെ അവിടെ ജസ്റ്റ് ഇതുപോലുള്ള മൂവ്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കുന്നത് നീര് കുറയാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്യും. അതായത് കാലിൻ്റെ അവിടെ മുകളിലേക്കും താഴേക്കുള്ള ഒരു മൂവ്മെൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതും നീര് കുറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാല് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നീര് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്ന സമയത്തും ഈ ഒരു ഫ്ലൂയിഡ് റിട്ടൻഷൻ ബോഡിയിൽ കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഉപ്പിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അച്ചാറ്, പപ്പടം പോലുള്ള ഐറ്റംസിൻ്റെ ഉപയോഗം കട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് ഉപ്പ് കഴിക്കുന്ന സമയത്തും ബോഡിയിൽ ഈ ഒരു വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ, വെള്ളം നിലനിർത്താനായിട്ട് ബോഡി ട്രൈ ചെയ്യും. അപ്പോൾ നീര് കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഉപ്പിൻ്റെ ഉപയോഗം കുറക്കാനായിട്ട് പറയുന്നത്. ഇനി ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള കേസാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ, അതായത് BP കൂടുതലുള്ള കേസാണെങ്കിൽ എന്തായാലും ഉപ്പിൻ്റെ ഉപയോഗം റെസ്ട്രിക്റ്റ് ചെയ്തേ പറ്റും. ഗർഭിണികൾ കിടക്കുന്ന സമയത്ത് ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നതും നമ്മുടെ മൊത്തത്തിലെ സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നീരുള്ള ആളുകളാണെങ്കിൽ ആ ഒരു സൈഡിലേക്ക് തന്നെ ചെരിഞ്ഞ് കിടക്കാനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത പ്രഗ്നൻസി ആണ് നിങ്ങളുടെ എങ്കിൽ റെഗുലറായിട്ട് രാവിലെയോ വൈകിട്ടോ ഒരു അരമണിക്കൂർ നടക്കുന്നതും ഈ ഒരു നീര് വരാതിരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സസൈസിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതുകൊണ്ട് നീര് വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നീര് വന്നു കഴിഞ്ഞാൽ അത് കുറയാനായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷറും അധികമില്ല, അനീമിയ അതായത് ഈ രക്തക്കുറവിൻ്റെ പ്രശ്നവുമില്ല, ഹാർട്ട് ഡിസീസൊന്നും ഇല്ല എങ്കിൽ നീരിനെ അധികം പേടിക്കേണ്ടതായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ജനറൽ മാനേജ്മെൻറ്റ്, അതായത് വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും. ഗർഭസമയത്ത് നീര് വന്നു കഴിഞ്ഞാൽ എപ്പോൾ പോകും എന്നുള്ളതാണ് അടുത്തൊരു കൺസേൺ. ചില ആളുകൾക്ക് പ്രസവത്തോടുകൂടി പോകും, ചില ആളുകൾക്ക് ഡെലിവറി കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പലപ്പോഴും C-സെക്ഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, സിസേറിയൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ സർജറിക്ക് ശേഷമായിരിക്കും നീരൊക്കെ വരുന്നത്. എനിക്കൊക്കെ അങ്ങനെയാണ് വരാറുള്ളത്. ഡെലിവറിക്ക് ശേഷം സർജറി കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലാണ് നീര് കാണാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.